ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ ഒരു കപ്പ വേവിച്ചു. നമ്മൾ തൈരും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കപ്പ വേവിക്കുന്നത്. തൈരും പിന്നെ കാന്താരിമുളകും ചെറിയുള്ളിയും കുറച്ച് ഉപ്പും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും തൈരിൻ്റെ കൂടെ ചാലിച്ച് മുളകും കപ്പയും എല്ലാം കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല രുചി. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ മണിപ്ലാന്റിൻ്റെ കൂടെ നമ്മൾ ചെങ്കരമ്പട്ട എന്ന് പറഞ്ഞ ഒരു മരുന്നിൻ്റെ സാധനമായിരുന്നു. അതങ്ങനെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളർന്ന് വല്ലാണ്ട് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറ്റി അതിലേക്കൂടെ വിടാമെന്ന് വിചാരിച്ച് അവിടെ ഒരു കയറെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട്. കമ്പെല്ലാം വെച്ച് കെട്ടിയിട്ട് അതിലേക്ക് കയറ്റി വിടാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. പിന്നെ പലതരം മണിപ്ലാന്റുകൾ അവിടെ നട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മണിപ്ലാന്റ് എല്ലാം കൂടെ ആ ഭിത്തിയെ കയറി അപ്പുറത്തേക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു പുതിയ തരം പ്രാണി. ഇതിൻ്റെ ഒരു മഞ്ഞ കളർ ഞാൻ കണ്ടിട്ട്, അല്ല മഞ്ഞ കളർ കണ്ടിട്ടില്ല, പച്ച കളർ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മഞ്ഞ കളർ കാണുന്നത്. പിന്നെ നമ്മുടെ ഒരു തുമ്പിയും കയറേ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ നല്ല രസം, മഴത്തുള്ളികളും എല്ലാം കണ്ടു അപ്പം അങ്ങനെ തുമ്പി ഇങ്ങനെ കയറേ കൂടെ നടപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും ആ കയറയിലുണ്ട് കേട്ടോ. പിന്നെ ഇതേ പറമ്പിലേക്ക് നോക്കിക്കേ, നല്ലൊരു മയിൽ ചുമ്മാതെ മുറ്റത്ത് നിന്നപ്പോൾ കണ്ടതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയൊരു മഴയും ഒരു കുഞ്ഞു കാറ്റും എല്ലാം വന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ പട്ടിക്കുട്ടിനെ ഒന്ന് വിടാമെന്ന് വിചാരിച്ച് വൈകുന്നേരം അഴിച്ചു വിട്ടപ്പം അവനൊരു കയറെല്ലാം കടിച്ചുകൊണ്ട് ഇങ്ങനെ മുറ്റത്ത് കൂടെ നടക്കുക. ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും കടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അഴിച്ചു വിട്ടാൽ ഉടനെ എന്നതാ കടിക്കാനുള്ളത് നോക്കി ഇങ്ങനെ നടക്കും. പിന്നെ ഓണമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഒരു വാഴക്കൊലയൊക്കെ കൊത്തി വെച്ച് പഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരു വാഴക്കൊല കൊത്താൻ വേണ്ടിയിട്ട് അത് ഒത്തിരി വലിയ കൊലയല്ല കേട്ടോ, പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൊല കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പിന്നെ കാ വറക്കാൻ വേണ്ടി അതിനകത്ത് രണ്ടെണ്ണം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വാഴക്കൊല കൊത്തി വെച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾ